ഗൗതം, സെക്സ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും പലരും ഒന്ന് മുഖം ചുളിച്ചാണ് പലതും കേൾക്കുന്നത്. എന്തോ സെക്സ് എന്ന് ഇപ്പോഴും പറയാൻ പലർക്കും ഒരു ബുദ്ധിമുട്ടാണ്. കാലം മാറി, ലോകം പുരോഗമിച്ചിരിക്കുന്നു. ഇപ്പോൾ ലിവിങ് ടുഗദറൊക്കെ ഒരുപാട്, പണ്ട് വിവാഹം കഴിച്ചാൽ മാത്രമേ ഒരുമിച്ച് താമസിക്കാവൂ എന്നുള്ളതൊക്കെ മാറി ഇപ്പോൾ ലിവിങ് ടുഗദർ സംസ്കാരമൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എങ്കിലും സെക്സ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് വളരെ ഒരു എന്നുള്ളൊരു ഇതാണ്. പറയുന്നവരോടും അത് കാണിക്കാൻ കുഴപ്പമില്ല, പക്ഷെ അത് പറയുന്നവരോടൊരു അരോചകത്വ മനോഭാവമാണ്. പക്ഷേ ഈ ഡെയിലി സെക്സ് ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതൊരു മോശപ്പെട്ട കാര്യമൊന്നും അല്ല, അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യം തന്നെയാണ് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. എന്താണ് ഈ സെക്സിൻ്റെ ഗുണങ്ങൾ? യഥാർത്ഥത്തിൽ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ലൈംഗിക ബന്ധത്തിൽ ദിവസേന ഏർപ്പെടുകയാണെങ്കിൽ പല രീതിയിലുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യപരമായിട്ട് പല ഗുണങ്ങൾ മെച്ചപ്പെടൽ ഉണ്ടാകുമെന്നാണ് ഈ പഠന റിപ്പോർട്ടിൽ തെളിയിക്കുന്നത്. ധന്യ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ ലൈംഗികത, സെക്സ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും നമ്മളെ പൊതുസമൂഹത്തിലിരുന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ വളരെ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയായിട്ട്, ഒരു ടാബു ആയിട്ട് പല ആളുകളും ഇതിനെ ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറണം. ആരോഗ്യപരമായിട്ടുള്ളൊരു ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ലൈംഗികത എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് തന്നെയാണ് നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം തുടങ്ങിയ രീതികളെ, ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് അതിന് വേണ്ടത് തുടങ്ങിയ കാര്യത്തിലുള്ള പഠനങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളെ ഒരു അവബോധങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലുള്ളൊരു പ്രാധാന്യമുണ്ട് അതിന്. അതിപ്പോഴും കൃത്യമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ലൈംഗികത അല്ലെങ്കിൽ എങ്ങനെ സെക്സ് ചെയ്യണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെതിരെ ഇതൊക്കെയാണോ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതൊരു വലിയൊരു സത്യം തന്നെയാണ്. അതിനെ നമുക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ വേണ്ടി സാധിക്കില്ല. ഞാനും ധന്യയും അല്ലെങ്കിൽ ഇവിടെയുള്ള പല ആളുകളും, ഇത് കാണുന്ന പല ആളുകളും ഉണ്ടായത് ഈ ലൈംഗിക ബന്ധത്തിലൂടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊരു നിസാരപ്പെട്ട സംഗതിയല്ല. കൃത്യമായിട്ടുള്ളൊരു സമ്പ്രദായം, ഒരു ശീലം, ഏത് രീതിയിലാണ് ആരോഗ്യപരമായിട്ട് ലൈംഗികതയ്ക്ക് എന്തൊക്കെ വേണം എന്നുള്ള പഠനങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഈ പഠനം തെളിയിക്കുന്നത് എന്താണെന്ന്, അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈനംദിന എല്ലാ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ പല രീതിയിലുള്ള മാറ്റങ്ങളും ശരീരത്തിലുണ്ടാവും. പ്രധാനമായിട്ടും മാനസിക സമ്മർദ്ദം, അതുപോലെ രക്തസമ്മർദ്ദം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള കുറവുണ്ടാവും ദൈനംദിന നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ സെക്സിൽ ഏർപ്പെടുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രോസ്ട്രേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രോഗമുണ്ട്. ഇത് ദൈനംദിന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരിൽ കുറയുന്നു എന്ന റിപ്പോർട്ടും ഈ ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ, അതായത് ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം, ഹൃദയാഘാതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദൈനംദിന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ കുറയുമെന്നാണ് ഈ പഠനത്തിൽ തെളിയിക്കുന്നത്. അതായത് നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു പ്രത്യേകതരം സന്തോഷത്തിൻ്റെ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും ശരീരത്തിൽ. ഈ സന്തോഷത്തിൻ്റെ ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിലൂടെയാണ് ഇത്തരം രീതിയിലുള്ള ശരീരത്തെ പിടികൂടിയിട്ടിരിക്കുന്ന മറ്റു പല രോഗങ്ങളും ഇല്ലാതാവുന്നത് എന്നാണ് വ്യക്തമാവുന്നത്. അതായത് തീർച്ചയായിട്ടും ഒരു മാനസികവും അതോടൊപ്പം തന്നെ ശാരീരികവുമായിട്ടുള്ളൊരു ആനന്ദം തന്നെയാണ് ലൈംഗികത എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ആരോഗ്യപരമായിട്ട് ദിവസവും ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഈ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വിവരമില്ലായ്മ പലർക്കും ഉണ്ട്, ഗൗതം. കാരണം ഈ 4 ചുമരുകൾക്കുള്ളിൽ ആരും അറിയാതെ ചെയ്യേണ്ട കാര്യമാണ് സെക്സ്. ശരിയാണ്, സെക്സ് ഒരു സ്ത്രീയും പുരുഷനും അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണത്. അത് 4 ആളെ കാണിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ഇത് പറഞ്ഞാൽ, ഈ സെക്സ് എന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ കുൽസിത പ്രവർത്തനങ്ങളിൽ പെടുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു കുട്ടി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു.
അവളുടെ വീട്ടിൽ നിരന്തരം അവളെ വിവാഹത്തിനായി നിർബന്ധിക്കും. അപ്പോൾ ഒരു വിവാഹം വന്നു, അത് എൻഗേജ്മെന്റ് വരെ എത്തിയതിനു ശേഷം ആ വിവാഹം മുടങ്ങിപ്പോയി. അപ്പോൾ നിരന്തരം വീട്ടിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വിവാഹത്തിന് ഇവൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ സമ്മതിക്കാതെ വന്ന സമയത്ത് ബന്ധുക്കളെല്ലാം കൂടി ചേർന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവക്ക് സെക്സിനെ പേടിയാണ്. ചെറുപ്പത്തിലെ വീട്ടിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ അത്തരത്തിലാണ്. സെക്സ് വളരെ മോശമായ ഒരു കാര്യമാണ്. അത് കല്യാണം കഴിഞ്ഞു ഇല്ല, പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല ആ പെൺകുട്ടിക്ക്. ഒരു പുരുഷൻ അവളുടെ ദേഹത്ത് തൊട്ടാൽ അവൾ മോശക്കാരിയായി എന്നാണ് കുടുംബത്തിൽ നിന്ന് അവളെ ചെറുപ്പത്തിലെ പറഞ്ഞു പഠിപ്പിച്ച് അവളെ മൈൻഡിൽ വെച്ചേക്കുന്ന സംഭവം അതാണ്. അതുകൊണ്ട് ഒരു വിവാഹം എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞിട്ട് അത് മുടങ്ങിപ്പോയി. കാരണം ഇവക്ക് ആ ചെറുപ്പക്കാരനോട് സംസാരിക്കാൻ പോലും ഇവക്ക് പറ്റുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്തിയപ്പോൾ, അത് 3 or 4 കൗൺസിലിംഗ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്തരം ഒരു സംഗതി ഇവളുടെ മൈൻഡിൽ ഉള്ളത് കൊണ്ടാണ് ഇവക്ക് വിവാഹത്തിന് ഭയം എന്ന് പറഞ്ഞാൽ വിവാഹം ആ ദിവസമൊക്കെ ഇവൾ ആസ്വദിക്കുന്നുണ്ട്. ഒരുങ്ങി നിൽക്കുന്നത്, ഫോട്ടോ എടുക്കുക, അതൊക്കെ ആസ്വദിക്കാൻ അവൾക്ക് കഴിയും. പക്ഷേ അവളുടെ ശരീരത്തിൽ ഒരാൾ തൊട്ടാൽ പിന്നെ അവൾ ഒരു മോശക്കാരിയായി. അത് താലി കെട്ടുന്ന പുരുഷനാണെങ്കിൽ പോലും ഒരു പ്രണയമില്ല, അവൾക്ക് ഒരു ആൺ സുഹൃത്തുക്കളില്ല. കാരണം ഇവരൊക്കെ ഈ രീതിയിലാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നശിച്ചു പോയി. ആ ഒരു സമ്പ്രദായത്തിൽ വളർത്തിയെടുത്ത ഒരു പെൺകുട്ടി. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പേർ അത്തരത്തിലുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ തമ്മിൽ സെക്ഷലി റിലേഷനിലാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ മറ്റെന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്ന ഒരു രീതി നമുക്കിടയിലുണ്ട്. പക്ഷെ ഇപ്പോഴും അതിനൊക്കെ അപ്പുറം വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു 17-18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ചെയ്തില്ലെങ്കിൽ അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അച്ഛനും അമ്മമാരും ആശുപത്രിയിൽ കൊണ്ടുപോകും കൗൺസിലിംഗ് ചെയ്യാൻ. കാരണം ഇവക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ വലിയ തരത്തിലുള്ള ലൈംഗിക പിന്നെ എന്താ പറയുക ഫ്രസ്ട്രേഷൻസ് ഇല്ലാത്തത്, ബലാത്സംഗങ്ങളില്ലാത്തത്, പിന്നെ പീഡനങ്ങളില്ലാത്തത് ഇല്ല എന്ന് ഞാൻ പറയുന്നത് മുഴുവനായിട്ടും ഇല്ല എന്നല്ല, കുറവ് വരുന്നത് അതുകൊണ്ടാണ്. കാരണം അവിടെ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതൊന്നും ജീവിതത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ്, ലൈഫിലെ ഒരു പാർട്ട് മാത്രമാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പിന്നെ വിവാഹം കഴിക്കുന്നത് തന്നെ എന്തിനാണ്? അടുത്ത തലമുറ ഉണ്ടാക്കാൻ. നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ഒരു 185% ആളുകളോട് നമ്മൾ ചോദിച്ചാൽ പറയുന്നത് എന്താണ്? എനിക്ക് ശേഷം അടുത്ത തലമുറ വേണം, പിന്നെ ഫ്രീ ആയിട്ട് സെക്സ് ചെയ്യാൻ ഒരാളെ കിട്ടും, അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. വീട്ടുകാർ കുറെ പണം ചെലവാക്കി ഒരു പെൺകുട്ടിയെ ഒരു 100 പവനോ 150 പവനോ അല്ലെ പോട്ടെ 10 പവനോ 15 പവനോ ഒക്കെ ഇട്ട് കുറെ വസ്തുവും വീടും ഒക്കെ കൊടുത്ത് ഒരു ചെറുക്കനെ ഏൽപ്പിക്കുന്നു. ഫസ്റ്റ് നൈറ്റ്, ആ രാത്രിക്ക് പറയുന്ന പേരാണ് ഫസ്റ്റ് നൈറ്റ്. ആ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിരന്തരം പിന്നെ അടുത്ത തലമുറ ഉണ്ടാക്കാനുള്ള പ്രയത്നമാണ്. അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോൾ 2 പേർക്കും അവമതിപ്പ് തോന്നി തുടങ്ങും. ശരിയാണ്. അതായത് നമ്മൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആ ഒരു സിനിമയിൽ ഈ നിമിഷ സജയൻ സുരാജിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇത്തിരി ഫോർ പ്ലേ ഒക്കെ വേണം കേട്ടോ എന്ന രീതിയിൽ. അതായത് കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് സെക്സ് ചെയ്യേണ്ടത്, അതിനെ ഒരു ആനന്ദത്തിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിക്കണമെന്ന് പല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അറിയില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈംഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നീട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ആ ദാമ്പത്യ ജീവിതം വിച്ഛേദിക്കാൻ, അത് ഡൈവോഴ്സിലടക്കം കലാശിക്കാൻ വേണ്ടി സാധ്യതയുണ്ടാവുമെന്ന് പല ആളുകളും പഠനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു സംഗതി തന്നെയാണ് ലൈംഗിക ജീവിതം. നിങ്ങളുടെ ലൈംഗിക ജീവിതം എത്രമാത്രം ആരോഗ്യകരമാണ് എന്നുള്ളത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ മനോഹരമാക്കും എന്നുള്ളൊരു സംഗതി തന്നെയാണ് ഇപ്പോഴത്തെ ഈ പഠന റിപ്പോർട്ടിലും പറയുന്നത്. ഈ ലൈംഗികത എല്ലാ ദിവസവും ചെയ്യുന്നതിൽ, സെക്സ് എല്ലാ ദിവസവും ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല. അത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പല തരത്തിലുള്ള ഗുണങ്ങൾക്കും കാരണമായി തീരുകയാണ് ചെയ്യുക. പക്ഷേ എങ്കിലും ഈ ഒരു കാര്യം കൂടി പറയാം, 2 പേരുടെയും കൺസെൻറ്റ് ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ആവശ്യം കൂടിയാണ്.